കൂടത്തായി പരമ്പരയിലെ ഒരു സംഭവം കോഴിക്കോട് കൂടത്തായി റോയ് തോമസിൻ്റേത് സൈനൈഡ് കഴിച്ചുള്ള മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം സർജൻ കോടതിയിൽ പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിൽ ഇത് വ്യക്തമായതായി പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. റോയ് തോമസ് ഹൃദയാഘാതം മൂലം മരിച്ചു എന്നായിരുന്നു ജോളിയുടെ മൊഴി. മാറാട് പ്രത്യേക കോടതിയിലാണ് വിചാരണ ഇപ്പോൾ തുടരുന്നത്. ജോളി ഇക്കാര്യം അവരുടെ കുടുംബത്തിലെ അംഗങ്ങളോടൊപ്പം ആ കാലത്ത് തന്നെ പറഞ്ഞത്. പിന്നീടാണ് ഇതൊക്കെ കിഴിമേൽ മറിയുന്നത്. 2011 ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസ് മരിച്ചത്. റോയ് തോമസിന്റെ സഹോദരൻ സംശയമുന്നയിച്ച് പോലീസിനെ സമീപിച്ചതിനെ തുടർന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൈനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തി. കേസിൽ 251 സാക്ഷി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മുൻ തലവനും പ്രൊഫസറുമായ ഡോക്ടർ കെ പ്രസന്നനാണ് മാറാട് പ്രത്യേക കോടതി ജഡ്ജി കെ സുരേഷ് കുമാർ മുമ്പാകെ മൊഴി നൽകിയത്. കൂടത്തായിയിൽ 2002 മുതൽ 2016 വരെ ഒരേ കുടുംബത്തിലെ 6 പേരെ ജോളി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൂടത്തായി പൊന്നാമറ്റം ടോം തോമസ്, ഭാര്യ അന്നമ്മ തോമസ്, ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസ്, അന്നമ്മയുടെ സഹോദരൻ MM മാത്യു മഞ്ചാടിയിൽ, ടോം തോമസിന്റെ സഹോദരപുത്രൻ ഷാജു സ്കറിയയുടെ ഭാര്യ സിലി, മകൾ ആൽഫൈൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കുടുംബ സ്വത്ത് സ്വന്തമാക്കാൻ കുടുംബാംഗങ്ങളെ സൈനൈഡ് നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ NK ഉണ്ണികൃഷ്ണൻ, അഡീഷണൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ E സുഭാഷ്, അഡ്വക്കേറ്റ് സഹീർ അഹമ്മദ് എന്നിവർ ഹാജരായി. കേസ് പരിഗണിക്കുന്നത് ഓഗസ്റ്റ് 6 മാറ്റി.